Hi all, magic morning. Magic morning. Okay. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലെ? വിഷൊക്കെ ആവാറായി, അപ്പൊ അതിന്റെ ഒരുക്കങ്ങളിലാണോ എല്ലാരും? ഓക്കെ, മാജിക് മോർണിംഗ്. ഓക്കെ, അപ്പം ബാക്കി എല്ലാവരും ജസ്റ്റ് എന്ത് ചെയ്യാ, ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, വിഷസ് ഒന്ന് അറിയിക്കാം കേട്ടോ. വെരി വെൽ. ഓക്കെ, താങ്ക് യു പ്രീത മാം. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ സെഷൻ കിട്ടിയിട്ടില്ല അല്ലെ? അപ്പൊ അത് വേണം എന്നുള്ളവരുണ്ടോ? ലോ ഓഫ് അട്രാക്ഷൻ സെഷൻ വേണം, ഈ ഒരു വീക്ക് വേണം എന്ന് താല്പര്യമുള്ളവരുണ്ടോ? ഓക്കെ, വേറെ ആരുമില്ല? യെസ് ദിവ്യ. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ സിന്ധു മാം, അപ്പൊ ഇന്ന് നമുക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ സെഷൻ ആണ്. സോ ജസ്റ്റ് ഓക്കെ, സേഫ് സാർ ഇപ്പൊ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുവരെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം. അപ്പം എനിക്ക് തോന്നുന്നു ഇതിൽ ഫസ്റ്റ് ടൈം ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കേൾക്കുന്ന ആരും ഉണ്ടാവില്ല, കാരണം എല്ലാവരും കേട്ടിട്ടുള്ള മെമ്പേഴ്സ് ആണ്. പുതിയ ആരും ഇല്ലല്ലോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയാട്ടോ. ഇല്ല, ഓക്കെ, എല്ലാവരും നമുക്ക് ഇതിൽ തന്നെ നമ്മുടെ സേഫ് സാറ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്. സോ നിങ്ങൾ സാർ പറഞ്ഞിട്ടുള്ള ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ? ജസ്റ്റ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ, നിങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളത്. ആണോ? യെസ് മാം, ഫോളോ ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ പെട്ടെന്ന് റിട്ടേൺ ചെയ്തിട്ടുണ്ട് അതേപോലെ. ഓക്കെ, താങ്ക് യു സുലേഹ മാം. വേറെ ആരും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല? പറഞ്ഞോളൂ, നിങ്ങൾക്ക് പറയാട്ടോ, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ചെയ്തിട്ടുണ്ടല്ലോ, നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുകയും ചെയ്തു. ഓക്കെ, താങ്ക് യു സിന്ധു മാം. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മുതലേ സേഫ് സാർ സെഷൻ വരാറ് ലോ ഓഫ് അട്രാക്ഷൻ ആണ് അല്ലെ? അപ്പം ഇതുവരെ ഇന്നിപ്പോ എത്ര ഡേ ആയിട്ടുണ്ട്? മണിസാറാണ് മാജിക് ഡേ എത്രയാണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് പറയാറ്. 1775. ഓക്കെ, 1775 ഡേ ആയിട്ടുണ്ട് അല്ലെ? ഈ ഡേയില് ഇത്രയും ഡേയ്സില് കൂടുതലും നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം എല്ലാ ആഴ്ചയിലും ഒരു സെഷൻസ് സേഫ് സാർ എടുക്കാറുണ്ട്. അത് ഇപ്പോഴാണ് അങ്ങനെ ആഴ്ചയിൽ ഒരു സെഷൻ ആയിട്ടുള്ളത്. ഇതിനു മുൻപ് എന്ന് പറയുമ്പോൾ റെഗുലർ ആയിട്ട് സേഫ് സാർ തന്നെയാണ് സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും ഡേയ്സിൽ പഠിച്ചിട്ടും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് തീർന്നിട്ടില്ല അല്ലെ? എന്താണ് അല്ലെ ലോ ഓഫ് അട്രാക്ഷന്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഒരു മഹാസമുദ്രം പോലെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്.
അപ്പൊ ഇതൊക്കെ പഠിച്ച് നമ്മളെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് നമുക്കാണെങ്കിലും റിസൾട്ട് ഉണ്ടായിരിക്കുക. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നവരുണ്ടായിരിക്കും, കുറച്ച് ടൈം എടുത്ത് റിസൾട്ട് കിട്ടുന്നവരുണ്ടായിരിക്കും. അത് നമ്മുടെ മൈൻഡ് സെറ്റ് പോലെയാണ് അല്ലെ? എന്താ അതിനെ കുറിച്ച് പറയാനുള്ളേ? ലോ അട്രാക്ഷനെ അപ്പൊ ഇന്നലെ ഒരു സംഭവം ഞാൻ ഷെയർ ചെയ്യാണ്. ലോ അട്രാക്ഷൻ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കും. കേൾക്കുന്നുണ്ടോ മാഡം? യെസ് കേൾക്കുന്നുണ്ട് നൗഫൽ സർ. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, പിന്നെ അത് വണ്ടിയുള്ള ആളാ. അപ്പൊ എന്ത് പറഞ്ഞു, മൊബൈൽ പഞ്ചർ എന്നുള്ള സംഭവം ഉണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചായ അടിക്കുന്ന സമയത്ത് മൊബൈൽ പഞ്ചർക്കാരനെ കണ്ടു. അതായത് സൈറ്റിൽ പോയിട്ട് പഞ്ചർ ഒട്ടിക്കുന്ന ആളാണ്. അപ്പൊ ഇദ്ദേഹത്തിന് വണ്ടി ഉള്ളതുകൊണ്ട് ഇദ്ദേഹം എന്തായോ അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡൊക്കെ വാങ്ങി വെച്ചു. എന്നെ കണ്ടപ്പോ പറഞ്ഞു, ചില കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഉപകരിക്കാന്ന് അറിയില്ല. അങ്ങനെ പഞ്ചറിന്റെ ഒരു പിന്നെ ആളെ കണ്ടപ്പോ ഞാൻ എന്താക്കി, എനിക്കറിയാലോ അതൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം. അങ്ങനെ കാർഡ് വാങ്ങി വെച്ചു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് അത് ഉപകാരപ്പെട്ടു തന്നു. പോകുന്ന സമയത്ത് പിന്നെ വണ്ടി പഞ്ചറാണ് രാവിലെ നോക്കുമ്പോ. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു. പിന്നെ അദ്ദേഹം ഒന്നും പഞ്ചർ ഒട്ടിച്ചു പറഞ്ഞു. സംഭവം എനിക്ക് എന്തായി മനസ്സിലായി. അദ്ദേഹം ആ കാർഡ് വാങ്ങിയപ്പോൾ തന്നെ മൈൻഡിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചു. അതേപോലെ സംഭവിച്ചതായിരിക്കും. എന്നോട് എനിക്ക് നമ്പർ വേണോ കാർഡ് വേണോ? ഞാൻ വേണ്ടായിരുന്നു. എന്റെ വണ്ടിയൊക്കെ പുതിയ ടയറുകളാണ്, പഞ്ചറാൻ തീരെ സാധ്യതയല്ല. ലോ അട്രാക്ഷൻ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ നമ്മൾ ചിന്ത എന്താണ് അതേപോലെ സംഭവിക്കും എന്നാണ് ഞാൻ അനുഭവം ഷെയർ ചെയ്താണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു നൗഫൽ സർ. യെസ്, അതാണ് പറഞ്ഞത്. ചിലർക്ക് പെട്ടെന്ന് അത് റിസൾട്ട് കിട്ടും. നമ്മുടെ മൈൻഡ് സെറ്റ് പോലെയാണ് അത്. നമ്മൾ പോസിറ്റീവായിട്ട് മാത്രമാണ്. ഇൻഷുറൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. എങ്ങനെ? അങ്ങനെ ആവുമ്പോ ഇൻഷുറൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല അറിയാം. യെസ്. ഓക്കെ ഓക്കെ, താങ്ക് യു റസാഖ് സർ. സേഫ് സാർ പറയാറുണ്ട്, അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ ഇൻഷുറൻസിന്റെ കാര്യമൊക്കെ ശരിയാണ് ചില കാര്യങ്ങളിൽ. ഓക്കെ, അപ്പം താങ്ക് യു നൗഫൽ സാർ ആൻഡ് റസാഖ് സർ. ഓക്കെ, സേഫ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് സെഷനിലേക്ക് പോവാം അല്ലേ? ഓക്കെ, സേഫ് സാർ സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. കേൾക്കാൻ പറ്റുന്നില്ലേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് എടുക്കുന്ന ദിവസമാണ്. ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് എടുക്കുന്നത് വേറെ എന്താ പ്രത്യേകത ഉണ്ടോ? വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? പ്രത്യേകമൊന്നുമില്ല. ഇനി വേറെ എന്തെങ്കിലും? ഇന്ന് രണ്ടാം ശനിയാണ്. രണ്ടാം ശനിയാണ് അല്ലേ? ഓക്കെ, ശരി, നമുക്ക് ഇതിലേക്ക് വരാം. ഓക്കെ, ഞാൻ ഇന്നൊരു കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നത്, നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ നമ്മളുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട കുറെ മാനിഫെസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ചെറിയ ചെറിയ ചില മിസ്റ്റേക്കുകൾ, ആ മിസ്റ്റേക്കുകൾ എങ്ങനെയാണ് നമ്മളെ റിഫ്ലക്ട് ചെയ്യാന്ന് പറയാം. ഓക്കെ, അതാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാ ആളുകളും മനുഷ്യന്മാരാണ്. നമുക്കെല്ലാ ആളുകൾക്കും ബിസി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഈ അടുത്തിടെ പെരുന്നാളിന്റെ കുറച്ച് മുന്നേ ഞാനൊരു ഷോപ്പിൽ പോയി. ഓക്കെ, അപ്പോൾ ആ ഷോപ്പിൽ പോണ സമയത്ത് അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഓണറെന്ന് തോന്നിക്കുന്ന ഒരാൾ പറയുന്നുണ്ട്, ഓക്കെ, മടുത്ത്, ഓക്കെ, ഒരു 4-5 ദിവസമായിട്ട് തന്നെ അവസ്ഥ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷയമുണ്ടോ? മടുത്ത് 4-5 ദിവസമായിട്ട് തന്നെയാണ് അവസ്ഥ, എന്തെങ്കിലും വിഷയമുണ്ടോ? നെഗറ്റീവ് അടിച്ചു.
നെഗറ്റീവ് അടിക്കും. വേറെ അതല്ലാതെ നെഗറ്റീവ് അടിക്കും. വേറെ എന്തെങ്കിലും? അവസ്ഥ തുടർന്നു പോകുന്നുള്ള അതേ അവസ്ഥ തുടർന്ന് പോകും. പിന്നെ അതേ അവസ്ഥ തുടരാതെ ഇരിക്കാം. അതേ അവസ്ഥ തുടരാതെ ഇരിക്കാം. ഓക്കെ, നമ്മള് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നല്ലത് സംഭവിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലേ? ഏറ്റവും അധികം നമ്മൾ പറയുന്ന സാധനമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇവിടെ ഈ പറയുന്ന സമയത്ത് അയാൾ അതുവരെ ഒരു പക്ഷെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതുവരെ ആഗ്രഹിച്ചിട്ടുണ്ടാവുക നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ഇടാനായിരിക്കും. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. നമുക്ക് കുറച്ച് ബിസിനസ് വന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് മടുത്തുപോയി, അല്ലെ, പെരുസ് പോയി എന്നുള്ള രീതിയിലാണ്. ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത്? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നേരെ അവിടെ പോയി, അല്ലെ? അതുവരെ നമ്മൾ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ആക്കി നമുക്ക് കുറച്ച് ബിസിനസ് വന്നപ്പോൾ നമുക്കത് വെറുത്തു കഴിഞ്ഞാൽ നമ്മളെ പ്രാർത്ഥനകളിൽ നമ്മൾ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ഇല്ലാത്തൊരു അവസ്ഥയായി പോകും. ഇത് ഞാൻ പറഞ്ഞു തന്നത് എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, അയാളുടെ കാര്യമല്ല പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മളുടെ കാര്യമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ഇതേപോലെ കുറച്ച് ബിസി ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടായിരിക്കും ജോലി കിട്ടിയിട്ടുണ്ടാകും. ആ ജോലിയിൽ കുറച്ച് തിരക്കുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തിരക്കുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം കിട്ടി കുറച്ച് സമയം കഴിയുമ്പം നമ്മളൊക്കെ അറിയാതെ പറയുന്ന സംഭവമാണ് ഈ മടുപ്പിന്റെ കാര്യം. എനിക്ക് മടുത്തുപോയി, അല്ലെങ്കിൽ എനിക്ക് വെറുത്തുപോയി, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോ ഇതില് നമ്മുടെ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, അതൊരിക്കലും പോസിറ്റീവോ നെഗറ്റീവോ ഒന്നുമല്ല. അത് ലോ ഓഫ് അട്രാക്ഷൻ പോസിറ്റീവ് നെഗറ്റീവ് അല്ല. നിങ്ങളെ തോട്ട് എന്താണോ ആ തോട്ട് പോസിറ്റീവ് ആണെങ്കിലാണ് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടുകൾ പോസിറ്റീവ് ആവും. അപ്പൊ നമ്മൾ ഇത്തരം പല മിസ്റ്റേക്കുകൾ നമുക്കൊരു കാര്യങ്ങൾ കിട്ടി. ഇപ്പൊ എനിക്ക് ഇത് മാത്രമല്ല, നമ്മളൊക്കെ ചുറ്റുവട്ടത്തൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഒരു ദിവസം നേരത്തെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ചിലപ്പോൾ നമുക്ക് ഇതേ സംഭവം ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾക്കിപ്പോ ഒരു ബിസിനസ് ആണ്, ഇപ്പൊ എനിക്ക് ഇന്ന് രാവിലെ യാത്ര ഉണ്ട്, നാളെ യാത്ര ഉണ്ട്. ഈ ഒരു സംഭവം ഒരിക്കലും നമുക്ക് ഉണ്ടാവില്ല. ഒരിക്കല് പിഷാരടി ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. പിഷാരടിയും മോഹൻലാലും കൂടെ ഒരു ദിവസം യാത്ര പോവാണ്. പിഷാരടി മോഹൻലാലും യാത്ര പോകുന്ന സമയത്ത് പിഷാരടി ഇങ്ങനെ ഫ്ലൈറ്റിൽ നല്ല രീതിയിൽ ഉറങ്ങാണ്. അപ്പൊ പിഷാരടി എണീറ്റിട്ട് തന്നെ മോഹൻലാൽ പിഷാരടി പറയും, നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റിയല്ലേ, ദൈവത്തിനോട് നന്ദി പറയണമെന്ന് പറയും. പിഷാരടി പറയും, 3 ദിവസമായിട്ട് ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല, 3 ദിവസമായിട്ട് ഇതിന് വേണ്ടിയുള്ള പ്രാക്ടീസ് ആയിരുന്നു പറയും. അപ്പൊ മോഹൻലാൽ വീണ്ടും പറയും, 3 ദിവസം ഉറങ്ങാൻ പറ്റാതെ പ്രാക്ടീസ് ചെയ്തില്ലേ, ദൈവത്തിനോട് നന്ദി പറയണം. നമ്മളുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡായിട്ട് മാറുമ്പോഴാണ് നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ വരും. ഓക്കെ, ഇപ്പോഴും നമ്മളെല്ലാവരുടെയും എൻ്റെയും നിങ്ങളുടെയൊക്കെ ലൈഫിൽ നമുക്ക് ഉണ്ടാകുന്ന വിഷയങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു പവർ ഓഫ് നൗ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, പവർ ഓഫ് നൗ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ എന്താവില്ല, നമ്മൾ കറക്റ്റായിട്ട് സാറ്റിസ്ഫൈഡ് ആവാഞ്ഞാൽ നമ്മളുടെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ നിലവിലുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ഈ പുറപുറത്ത് കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് ഒന്നും സംഭവിക്കില്ല, ഒരിക്കലും നല്ല കാര്യങ്ങൾ സംഭവിക്കില്ല. ഇപ്പോ നിങ്ങളെ ഇപ്പൊ നൗഫല് ഒരു മല കയറാൻ പോവാണ്. അപ്പൊ ആ മല കയറാൻ പോകുന്ന മുമ്പ് നൗഫലിന്റെ കൂടെ ഒരു 4-5 നൗഫലിന്റെ സുഹൃത്തുക്കളുണ്ട്. വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ്. മല കയറുമ്പോൾ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ്. അവരിതിന് മുമ്പ് അതിനെ പോയിട്ടുണ്ട്. അവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആ ഫ്രണ്ട്സ് നൗഫലിനെ സംരക്ഷിക്കുന്ന നൗഫലിന് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നൗഫലിനെ അവരുടെ കൂടെ പോകാൻ എന്തെങ്കിലും പേടിയുണ്ടാവും? ഇല്ല. ഉണ്ടാവില്ല. എന്താ പേടിയില്ലാത്ത? ആൾക്കാരുണ്ട്. അതായത് സംരക്ഷിക്കപ്പെടാനും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരോ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ശരിക്ക് നിങ്ങളതേപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങളതേപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ ഇതേപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ആരാണ്?
ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ പ്രപഞ്ചശക്തി അതേപോലെ സബ്കോൺഷ്യസ് മൈൻഡും. പ്രപഞ്ചശക്തി അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഏതൊരു എനർജി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു എനർജി ഉണ്ട്, അത് ദൈവമാണെന്നില്ല, ചിലപ്പോ അള്ളാഹു എന്ന് പറയാം, അല്ലെങ്കിൽ ചിലപ്പോ ജീസസ് എന്ന് പറയാം, ചിലപ്പോൾ ശ്രീകൃഷ്ണൻ എന്ന് പറയാം, വാട്ട് എവർ ഇറ്റ് ഈസ് അല്ലെ, ചിലപ്പോൾ ഗുരുവായൂരപ്പനായിരിക്കും, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ എനർജി, അല്ലെങ്കിൽ സയൻസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും ഒരു എനർജി അവിടെ ഉണ്ട്. ആ എനർജി അവിടെ ഉണ്ടാകുന്ന സമയത്ത് പിന്നെ ശരിക്കും നമ്മൾ എന്തിനെ കുറിച്ചിട്ട് ടെൻഷൻ ആവാനുള്ള കാര്യമില്ല, ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ടെൻഷൻ ആവേണ്ട. ഇത് തന്നെയാണ് എല്ലാ പ്രധാനപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് തന്നെയാണ് എല്ലാ പ്രധാനപ്പെട്ട ബൈബിൾ പറഞ്ഞിട്ടുള്ളത്, ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, ഗീത പറഞ്ഞിട്ടുള്ളത്, എല്ലാത്തിലും പറഞ്ഞിട്ടുള്ള സംഭവം. നിങ്ങളെ പാഷനെ കുറിച്ചിട്ട് ടെൻഷൻ ആവുക, അല്ലെങ്കിൽ ഫ്യൂച്ചറെ കുറിച്ച് ആങ്സൈറ്റി ആവണ്ട എന്നുള്ളതും, അതേപോലെ തന്നെ സംഭവിച്ച കാര്യങ്ങളും ഇനി സംഭവിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത് എന്ന സംഭവങ്ങളാണ്. ഇവിടെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ ലൈഫ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഗ്രാറ്റിറ്റ്യൂഡാണ്. പക്ഷേ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രകടിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് പല സമയത്തും നമ്മളുടെ ക്യാരക്ടർ വൈസ് നമ്മളുടെ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഉണ്ടാവുക. അതിന്റെ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ആണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ. നമുക്കൊരു ലൈഫിൽ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ, ചെറിയൊരു പ്രയാസങ്ങൾ വരുമ്പോൾ എന്ത് നമ്മൾ പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ലൈഫിൽ എന്തുണ്ടാവില്ല, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ലൈഫിൽ ഒരിക്കലും വളർച്ച ഉണ്ടാവില്ല. നമുക്ക് പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴും നിങ്ങൾക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഹാപ്പി ആവാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെന്റൽ സ്റ്റേജിൽ, നോർമൽ സ്റ്റേജിൽ നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ടോ, അവിടെയാണ് എന്തുണ്ടാവുക, നമ്മുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവുക. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു വിജയം ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് സന്തോഷിക്കാതിരിക്കുകയും ഒരു പരാജയം ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ദുഃഖിക്കാതിരിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു മിനിമം ലെവലിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പല സമയത്തും സംഭവിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് ബിസി ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, നിങ്ങളപ്പോ ഇത് പറയുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ലൈഫിലേക്ക് പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ അട്രാക്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഇതിൽ പ്രാർത്ഥിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ജസ്റ്റ് പ്രാർത്ഥിക്കാറുണ്ട്. ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത് യെസ് ഓർ നോ. യെസ് ഓർ നോ. ഓക്കെ, ഷീല മാം പ്രാർത്ഥിക്കാറുണ്ട്, ബീന മാം പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ജീവിതത്തിലൊക്കെ ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പ്രാർത്ഥിക്കുന്ന ആളുടെ ജീവിതത്തിലൊക്കെ ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്താ അങ്ങനെ? എന്റെ പ്രയാസങ്ങൾ മാറണം, എന്റെ കടം വീഴണം, എന്റെ രോഗം ശിഫയാകണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നതെങ്കിലും അയാൾക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊന്നും ആവില്ല പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ ഒരാൾ പ്രാർത്ഥിക്കുന്നത് എന്റെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തി തരണമെന്നായിരിക്കും. അപ്പോഴും ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണ്? പ്രയാസങ്ങൾ ആദ്യം വന്നിട്ട് അതിന് നമ്മളെ റെഡിയാക്കി എടുത്തിട്ടാണ് കറക്റ്റ് അതിലേക്ക് എത്തുക. നമ്മൾ എങ്ങനെയാണ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുക? ഒരു മനുഷ്യൻ എങ്ങനെയാണ് കൂടുതൽ മെച്ചപ്പെടുക? ഓരോ പ്രശ്നങ്ങളെയും തരണം ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന ആ ഒരു ശക്തിയിലൂടെ. ഓരോ പ്രശ്നങ്ങളെയും തരണം ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന ശക്തിയിലൂടെ. നമ്മളെ ഒരു ബോഡി, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തണം. ഒരു 6 പാക്ക് ബോഡി നിങ്ങൾക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ വളരെ ഫിറ്റ് ആയിട്ടൊരു ബോഡി ഉണ്ടാക്കണം. ആർക്കാണ് ഏറ്റവും ഫിറ്റ് ആയിട്ട് ബോഡി ഉണ്ടാവുക? നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് ഫിസിക്കലി വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്കാണ് എന്തുണ്ടാവുക? ഫിറ്റ് ആയിട്ടുള്ള ബോഡി ഉണ്ടാവുക. ഓക്കെയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് 1ാം ക്ലാസ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അന്നത്തെ പരീക്ഷ കാര്യങ്ങൾ ബാക്കിയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കറക്റ്റ് അല്ലേ? 2ാം ക്ലാസ് ഒക്കെ പഠിച്ച് നമ്മളൊരു 10ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് നമുക്ക് 1ാം ക്ലാസ്സിൽ പരീക്ഷ ചെയ്താന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുമോ?
10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇല്ല, അതെന്താ ബുദ്ധിമുട്ടില്ലാത്തത്? അവനറിയാം. അവനറിയാം. എങ്ങനെയാണ് അവൻ ഇതൊക്കെ പഠിച്ചത്? എങ്ങനെയാണ്? ഓരോ സ്റ്റെപ്പിലൂടെ നെക്സ്റ്റ് ലെവലിലേക്ക് പോയിട്ടാണ്. നമ്മുടെ അതെ. ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളുകൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ല, ചലഞ്ചസ് ആണ്. പക്ഷെ നമ്മളതിനെ ബുദ്ധിമുട്ടായിട്ട് കാണുമ്പോൾ വിഷയം വരും. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന ഏതൊരു കാര്യത്തിലെയും നിങ്ങൾക്ക് ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടത്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. കൊറോണ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായപ്പോ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായി, ഒരുപാട് ആളുകൾ മരിച്ചു, ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അത് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഈ ലോകത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? കൊറോണ കൊണ്ട് ഈ ലോകത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? അതിൽ ഒരു ഗുണം ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്നത് തന്നെയാണ്. ഇതിന്റെ ഒരു ഗുണമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഏത്? നമ്മളിപ്പോ സംസാരിക്കുന്ന സൂം. അത് മാത്രമല്ല, ഒരു പക്ഷെ നിങ്ങളോ ഞാനോ ഈ 2012 2008 2009 അറിഞ്ഞിട്ടുള്ള സൂം പോലുള്ള ഒരു വീഡിയോ കോളിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ഈ ലോകം മൊത്തം ഒരു ഡിജിറ്റലി അപ് ടു ഡേറ്റ് ആവാനും വേണ്ടിയിട്ട് കൊറോണ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ? ഇല്ലേ? തീർച്ചയായിട്ടും ആയിട്ടുണ്ട്. ഉണ്ട് സർ, ഉണ്ട്. ഇനി അതേപോലെ ഒരു പ്രതിസന്ധി വരികയാണെങ്കിൽ ഇവിടെയുള്ള ബിസിനസ്സുകാരും അല്ലെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ സാധിക്കില്ലേ? പറ്റും. തീർച്ചയായിട്ടും പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ ഓരോ സ്റ്റേജിലൂടെ നമ്മളുടെ ലൈഫിൽ കടന്നു പോകുമ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സ്ട്രെങ്തൻ ചെയ്യുന്നത്? നമ്മുടെ മെന്റൽ കപ്പാസിറ്റിയാണ് സ്ട്രെങ്തൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്ന് പറയാറുള്ളത്. എനിക്ക് എപ്പോഴും കുറച്ച് പ്രായമുള്ള ആളോട് സംസാരിക്കുന്നത് നല്ല ഇഷ്ടമാണ്. ഈ പ്രായമുള്ള ആളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിരിക്കും. കാരണം എന്താ? അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർ സ്ട്രെങ്തൻ ചെയ്തിരിക്കുന്ന പോയിന്റുകളാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർ സ്ട്രെങ്തൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അവർക്ക് ഒരു പക്ഷെ അത് ചിലപ്പോൾ അബദ്ധമായിരിക്കും സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവരതിനെ ഓവർകം ചെയ്തിരിക്കുന്ന രീതിയായിരിക്കും. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒരു പ്രത്യേക ഞാൻ പറഞ്ഞു വരുന്ന സാധനം, ഈ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കുറച്ച് ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അതിനെ ചിരിക്കാൻ പറ്റും. നേരത്തെ നൗഫൽ പറഞ്ഞിരിക്കുന്ന മല കയറുന്ന സമയത്ത് നൗഫലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കുറച്ച് ആളുകൾ ഉണ്ടാകും. എന്തുണ്ടായി കഴിഞ്ഞാൽ കോൺഫിഡൻറ്റ് ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മളെ സംരക്ഷിക്കുന്നതിന് ഒരു യൂണിവേഴ്സ്, ഇത് എൻ്റെ ചിന്തയുടെ എന്തോ ഒരു സംഭവമുള്ളത്, അല്ലെങ്കിൽ ഇതെനിക്ക് നല്ലതിനാണ്. അവിടെയാണ് ആ സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാനുള്ളത് നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും നല്ലതിനെന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ഈ പ്രസന്റ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നല്ലതിനാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ നമുക്ക് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ആവുക. നമ്മൾ കുറേ മാനിഫെസ്റ്റേഷനും ബാക്കിയുള്ള കാര്യങ്ങളും അതിന്റെ പിന്നാലെയൊക്കെ പോകുന്ന സമയത്തും കുറേ ടെക്നിക്സും കാര്യങ്ങളും ലോ ഓഫ് അട്രാക്ഷനും അതിന്റെ പുസ്തകമൊക്കെ വായിക്കുന്ന സമയത്തും ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ അടിക്കടി വന്നുകൊടുക്കും. ഓക്കെ, എന്ത് ഒരു ചെറിയ സംഗതികൾ ഉണ്ടാവുകയാണെങ്കിൽ, എന്ത് ചെറിയ ഒരു സംഗതി ഉണ്ടാവുകയാണെങ്കിലും അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇതേ സാധനം, ഇതേ മൈൻഡ് സെറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ സ്വാഭാവികമായിട്ടും നമ്മൾ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാർക്ക് എന്ത് സംഭവിക്കും? മനുഷ്യന്മാരാണ് എന്ത് സംഭവിക്കുക? എല്ലാ സമയത്തും പോസിറ്റീവായിട്ടിരിക്കാൻ പോസിബിൾ ആണോ? നിങ്ങൾക്ക് എല്ലാ സമയത്തും പോസിറ്റീവായിട്ടിരിക്കാൻ പോസിബിൾ ആണോ? അല്ല. അല്ല അല്ലേ? നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഇപ്പൊ എല്ലാ സമയത്തും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ട് ഇടന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പോസിബിൾ ആയിരിക്കും. ഓക്കെ, അതേ സമയത്ത് മനുഷ്യന് എല്ലാ സമയത്തും പോസിറ്റീവ് മെന്റാലിറ്റി ഉണ്ടാക്കിയിരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാം? നെഗറ്റീവ് ആവാം. നമ്മൾ കുറച്ച് റോങ് ആയിട്ട് ചിന്തിച്ചെന്ന് വരാം. ഇറ്റ്സ് ഓക്കെ, നമ്മൾ കുറച്ച് റോങ് ആയിട്ട് ചിന്തിച്ചെന്ന് വരാം. ഇടയ്ക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ചെന്ന് കരുതിയിട്ട് പ്രശ്നങ്ങൾ. പക്ഷെ നമ്മളുടെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്ന സമയം ഉണ്ടാവും. നമ്മൾ നല്ല ഫീൽ ചെയ്ത സമയം ഉണ്ടാവും. നമ്മൾ അത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന സമയം ഉണ്ടാവും, അത്രയും പ്രയാസപ്പെട്ടിരിക്കുന്ന സമയം ഉണ്ടാവും. ആ സമയത്തും ഇതെന്റെ ജീവിതത്തിൽ നല്ല എന്തോ സംഭവിക്കുന്ന ഒരു സൂചനയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമ്പോഴാണ്
നിങ്ങൾ അത്രയും വലിയ ബിലീവർ ആവണം, അത്രയും വലിയ വിശ്വാസിയാവണം. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ള, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ബാക്കിലേക്ക് ഒന്ന് യാത്ര ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് ബാക്കിൽ പോയി നോക്കുക. ആ ബാക്കിൽ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാധനം ഉണ്ടാകും. നിങ്ങളുടെ ലൈഫിൽ മുന്നേ സംഭവിച്ചിട്ടുള്ള പല, അന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസമായിട്ട് തോന്നിയിരിക്കുന്ന, വളരെ പെയിൻഫുൾ ആയിട്ട് തോന്നിയിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോയി നോക്കിയാൽ മതി. ജസ്റ്റ് നിങ്ങൾ ഡോട്ടുകളൊന്ന് കണക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ചില ബിസിനസ്സുകൾ തകർത്തത്, നിങ്ങളുടെ ചില ജോലികൾ പോയത്, നിങ്ങളുടെ ചില റിലേഷൻഷിപ്പുകൾ പോയത്, ചില റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബ്രേക്ക് ആയിരിക്കുന്നത്, അങ്ങനെ നിങ്ങൾ ബാക്കിലേക്ക് ചിന്തിക്കുമ്പോൾ അന്ന് നിങ്ങൾക്ക് വളരെ പെയിൻഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, വളരെ പെയിൻഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ, അന്ന് ആ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ആ സിറ്റുവേഷൻസിലൂടെ ഞാൻ കടന്നു പോയതുകൊണ്ടാണല്ലോ ഇന്നത്തെ ഞാനിവിടെ ഉള്ളത്. എൻ്റെ ലൈഫിൽ എനിക്ക് സൗദിയിൽ പോകാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരികയും ഞാൻ സൗദിയിൽ ഷോപ്പ് തുടങ്ങാനിരിക്കുന്ന സമയത്താണ് നിത്താക്കാത്ത് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. നിത്താക്കാത്ത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അന്ന് എനിക്കത് വളരെ പെയിൻഫുൾ ആയിരുന്നു. അല്ലെങ്കിൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഞാൻ സൗദിയിൽ എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടാവും. കൊറോണ സമയത്ത് വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു ബിസിനസ് പക്ക തകർന്നു പോയി. ആ തകർന്നുകൊണ്ടാണ് ബി മാജിക് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കുന്നത്, ബി മാജിക് ഉണ്ടായിരിക്കുന്നത്. എൻ്റെ വേറൊരു ബിസിനസ് തകർന്നു. ആ ബിസിനസ് തകർന്നുകൊണ്ടാണ് പിന്നീട് ഇപ്പൊ ഞാൻ ഉണ്ടായിരിക്കുന്നതിൽ കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലിലേക്ക് എനിക്ക് പോകാൻ പറ്റും. നമ്മുടെ ലൈഫിൽ അപ്പോഴേക്കും നമുക്കൊരു ഒരു കോൺഫിഡൻസും ഒരു ലെവൽ, ഇതും അൽഹംദുലില്ലാ, താങ്ക് യു ഗോഡ്, അരികാത്തോ, ഇതും നല്ലതിനാണ്. ഈ നിമിഷവും കടന്നു പോകുന്നു പറഞ്ഞില്ല, അതേപോലെ ഇതും എന്തോ നല്ലതിനാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ പോസിറ്റീവ് മെന്റാലിറ്റി കൊണ്ട് ഇതൊക്കെ എന്റെ ലൈഫിൽ സംഭവിക്കുന്നതൊക്കെ നല്ലതിനാണ് പറഞ്ഞാണ്ട് നിൽക്കല്ല. ഇതും നല്ലതിനാണ് നമ്മൾ ഒരു മൈൻഡ് സെറ്റ് കൊണ്ട്. ഇതിൽ നിന്ന് എനിക്ക് എന്തോ ഒരു സാധനം പഠിക്കാനുണ്ട്. എന്തുകൊണ്ട് ഇപ്പൊ നമ്മള് നിങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് എന്തോ തടഞ്ഞു പോകും. നിങ്ങൾ പോകുന്ന വഴിയിൽ അതൊരു തടസ്സമല്ലായിരുന്നു, എന്തോന്ന് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? എന്തോ തടഞ്ഞിട്ടാണ് വീണിക്കുക, നിങ്ങൾ എന്തോ ചെയ്യും? എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ പോകുന്ന വഴിയാണ്, പെട്ടെന്ന് എന്തോ തടഞ്ഞു പോകും, നിങ്ങൾ എന്താ ചെയ്യാം? എന്താ ചെയ്യാം? ഹലോ, സ്റ്റക്കാ? എന്താ ചെയ്യാം? അതെന്താണ് നോക്കിയിട്ട് എടുത്തു മാറ്റും. അതെന്താണ് നോക്കിയിട്ട് എടുത്തു മാറ്റും, അല്ലേ? ഇനി എന്തിനാണ് എടുത്തു മാറ്റുന്നത്? ഇനി അത് സംഭവിക്കാതിരിക്കാൻ. ഇത് നമ്മളെപ്പോഴും ലൈഫിൽ പോളിസി ആയിട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, എന്തുകൊണ്ട് അത് സംഭവിച്ചു? നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ എന്തുകൊണ്ട്? അപ്പൊ എന്തോ ഒരു പാരാമീറ്റർ, എന്തോ ഒരു കാര്യം ഇവിടെ ഒന്നും കൂടെ ചേഞ്ച് ചെയ്യാനുണ്ട്. ആ കാര്യത്തിൽ ചേഞ്ച് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ ലൈഫിൽ സക്സസ് ആവുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം, സക്സസ് ഒരൊറ്റ സമയം കൊണ്ട് നേരം എടുക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള കൈസ് ആൻഡ് ടെക്നിക്സ് ഇമ്പ്രൂവ്മെന്റിലൂടെയാണ് സാധനം സംഭവിക്കുക. ഓക്കെ, ആമസോൺ എന്ന് പറയുന്ന സംഭവം ഏകദേശം 8 വർഷത്തോളം നഷ്ടത്തിലൂടെ കമ്പനിയാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് പറയുന്ന ഇലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തി ഏകദേശം 2015 അദ്ദേഹത്തിന്റെ ഒരു കമ്പനി ബാങ്ക്രപ്റ്റ് ആകാൻ പോയായിരിക്കണം. ഓക്കെ, ജപ്തി ചെയ്യാൻ പോയ കമ്പനിയാണ്. ഇങ്ങനെ ഓരോ ആളുകളെ, മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഏകദേശം 8 വർഷം എടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് സിനിമയിലൊന്ന് മുഖം കാണിക്കുന്നതിന് വേണ്ടി. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ അത്രയും മലയാളികൾ ട്രോളി കൊന്നിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന്റെ കൺസിസ്റ്റൻസിനും കണ്ടിന്യൂറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ലൈഫിൽ നിങ്ങൾ സക്സസ് ആയി നിങ്ങൾ കാണുന്ന ഓരോ വ്യക്തി എടുത്ത് നോക്കുമ്പോഴും അതിന്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ടാവും, ഒരു കൺസിസ്റ്റൻസിയുടെ കഥ ഉണ്ടാവും, ഒരു തുടർച്ചയായിട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് ഒരു കഴിവുമില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റും. ബ്രൂസിലി പറഞ്ഞിരിക്കുന്ന ഒരു കോട്ട് ഉണ്ടല്ലോ, എന്താണ് ബ്രൂസിലി പറഞ്ഞിരിക്കുന്ന കോട്ട്? എന്താണ്? 100 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടിരിക്കുന്ന ഐഡിയ 10,000 ആ ഈ ആക്ഷൻ പഠിച്ചവനെക്കാളും എനിക്ക് പേടി ഒരു ആക്ഷൻ 10,000 പ്രാവശ്യം പഠിച്ചാണ്. യെസ്, വളരെ കറക്റ്റ് അല്ലേ? 10,000 ആക്ഷൻസ് അല്ലെങ്കിൽ 10,000 അടവുകൾ അറിയുന്ന കുൻഫുൽ അല്ലെങ്കിൽ ഈ ഫൈറ്റ് അടവുകൾ അറിയുന്ന ഒരാളെ എനിക്ക് പേടിയില്ല. പക്ഷെ ഒരൊറ്റ കാര്യം അയാൾക്ക് അറിയുള്ളൂ, അത് അയാൾ 10,000 തവണ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അയാളെ പേടിയാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലൈഫിൽ നിങ്ങൾക്ക് എത്ര കഴിവുണ്ട്, എത്ര കാര്യങ്ങളുണ്ടെന്നതിന് അപ്പുറത്തേക്ക്
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഈ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ പ്രയാസങ്ങളല്ല വരുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക ഇറ്റ്സ് എ ചലഞ്ചസ്, അതൊരു തടസ്സമാണ്. ആ ചലഞ്ചസിനെ ഓവർകം ചെയ്യുമ്പോൾ, ആ ചലഞ്ചിനെ നിങ്ങൾ ഓവർകം ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ഓപ്പർച്യൂണിറ്റിയാണ്. എപ്പോഴും മനസ്സിലാക്കുക, എന്തോ ഒരു ചലഞ്ച് ഉണ്ട്. ആ മല കയറുന്ന സമയത്ത് നൗഫലിനും സുഹൃത്തുക്കൾക്ക് എന്തോ ഒരു ചലഞ്ച് ഉണ്ട്. പക്ഷെ ആ മല കയറി കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് വ്യൂ ഉണ്ട്. അവർ ഉദ്ദേശിക്കുന്ന എന്തോ ഒരു ട്രഷർ അവിടെ കിടക്കുന്നുണ്ട്. ആ ചലഞ്ചിന്റെ തൊട്ടപ്പുറത്ത് ട്രഷർ ഉണ്ട്. ആ ട്രഷർ നിങ്ങൾ നേടിക്കഴിയുമ്പോൾ വീണ്ടും ചിലപ്പോൾ ഒരു ചലഞ്ച് വരും, അപ്പോഴും അതിന്റെ തൊട്ടപ്പുറത്ത് ട്രഷർ ഉണ്ട്. അങ്ങനെ ലൈഫിൽ ഇത് ഉണ്ടാവില്ല എന്ന് എക്സ്പെക്ട് ചെയ്യുന്നതിന് പകരം ലൈഫിൽ എനിക്ക് ചലഞ്ചസ് ഉണ്ടാവുകയും എനിക്കതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുകയും ഞാൻ അതിൽ നിന്ന് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് കൂടുതൽ കൂടുതൽ കരുത്തനാവുകയും ചെയ്യുന്നത്. നിങ്ങൾ കരുത്തമാവാനും വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടാനും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ബി റെഡി ഫോർ ദാറ്റ്. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടാനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രിപ്പയർ ആവുക. ഇനി ഞാൻ എൻ്റെ ജീവിതം മെച്ചപ്പെടാനും വേണ്ടി പ്രാർത്ഥിച്ചു. ആ മെച്ചപ്പെടുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ കറന്റ്ലി നിൽക്കുന്ന സ്റ്റേറ്റിൽ മെച്ചപ്പെടൂല. കറന്റ്ലി നിങ്ങൾ നിൽക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ മെച്ചപ്പെടുള്ളൂ. അപ്പൊ അത് നിങ്ങൾ യൂണിവേഴ്സ് മാറ്റിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നേരത്തെ പറയുന്നത്, പ്രാർത്ഥിക്കുന്ന ആളുടെ ലൈഫിൽ പ്രയാസങ്ങൾ വരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് ചലഞ്ചസ് വരും. അതിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു കഴിയുമ്പോൾ ലൈഫ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോഴേക്കും നിങ്ങൾക്കൊരു കുറവാല് ഒരു ഇതുണ്ടാവും. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾ മടി കൂടാതെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നൊരു ഉറപ്പ് മാത്രം നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. ഐ ഡിഡ് മൈ ലെവൽ ബെസ്റ്റ് വാട്ട് ഐ നോ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർഗെറ്റ് അബൌട്ട് ദ റിസൾട്ട്, യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ഇത്രയാണ് പറയാനുള്ളത്. ബേസിക്കലി പറയാനുള്ള കാര്യത്തിലേ ഉള്ളൂ. നമ്മൾക്ക് ഒരു കുറച്ച് വർക്ക് ലോഡ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് വീട്ടിൽ കുറച്ച് കൂടുതൽ പണി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളൊക്കെ പൂട്ടിയിട്ട് മക്കളൊക്കെ ചിലപ്പോൾ വീട്ടിലുണ്ടാവും. ഇപ്പൊ സ്കൂളൊക്കെ പൂട്ടി മക്കളൊക്കെ ഉണ്ടാവും. ഇവരെ കൊണ്ട് ആകെ ബുദ്ധിമുട്ടായല്ലോ, ഇവരങ്ങനെ വീടരപ്പാക്കാണല്ലോ, ഇങ്ങനെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ, നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനം അപ്രത്യക്ഷമാവുന്നുണ്ടെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുക. നിങ്ങൾ മെന്റൽ സ്റ്റേറ്റ് കറക്റ്റ് ചെയ്ത് നിൽക്കും. ഇപ്പൊ എനിക്കാണെങ്കിലും ഇപ്പൊ എൻ്റെ മക്കൾ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇറിറ്റേഷൻ വരും. ആ ഇറിറ്റേഷനെ എങ്ങനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് അവരെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ഇറിറ്റേറ്റഡ് ആകുമ്പോൾ അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് പോകുന്നുണ്ട് നമ്മൾ ഉറപ്പുണ്ട്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നമ്മൾ പറയുന്ന ചില വാക്കുകൾ മതിയാവും അവിടെ വേറെ എന്തെങ്കിലും സംഭവിക്കാണ്. ഓക്കെ, കാരണം നിങ്ങൾ ഒറ്റ കാര്യം പ്രത്യേക എപ്പോഴും നിങ്ങൾ മൈൻഡിൽ വേണം, യൂണിവേഴ്സിന് തമാശയില്ല. യൂണിവേഴ്സ് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യത്തിനെയും സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. എൻ്റെ കയ്യിൽ തോക്കുണ്ട്, ഓക്കെ, ഞാൻ തമാശക്കൊക്കെ വെടിവെച്ചു. ഞാൻ തമാശക്ക് വെച്ചതാച്ചാ, അല്ല ഞാൻ തമാശക്ക് വെച്ചതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ശരീരത്തിൽ സ്പർശിച്ച് അതിന്റെ തല സ്പർശിച്ച് ഞങ്ങൾക്ക് അതിന് ആക്സിഡന്റ് ഉണ്ടാവും. എന്നതുപോലെ നിങ്ങൾ പറയുന്ന തമാശയാണോ, നിങ്ങൾ പറയുന്നത് സീരിയസ് ആയിട്ടാണോ സീരിയസ് അല്ലാതെ ആണോ എന്നുള്ളതൊന്നും മാറ്റർ അല്ല. യൂണിവേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരു കമാൻഡാണ്. യൂണിവേഴ്സ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരും. എപ്പോഴും മനസ്സിലാക്കുക, യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിന് റീപ്ലൈ തരും. അപ്പൊ നിങ്ങൾ അറിഞ്ഞ് പറയുന്നതായാലും അറിയാതെ പറയുന്നതായാലും നിങ്ങളുടെ വാക്കുകളും കാര്യങ്ങളും അപ്പൊ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആക്കിയിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും സക്സസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം സർ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. നമ്മൾ സാർ ജോയിൻ ചെയ്തതിന് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, നൗഫൽ സാർ ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു നെഗറ്റീവായിട്ടും എന്റെയും ഓഫ് അട്രാക്ഷൻ എഫക്ട് ചെയ്യുന്നുള്ളത്. അപ്പം അതും സേഫ് സാർ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സോ ഇനി നിങ്ങളുടെ ഒരു ടൈമാണ്, നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുള്ള സമയമാണ്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് മുന്നോട്ട് വന്നിട്ട് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാം. ആരാ ഫസ്റ്റ് പറയുന്നേ? ഹായ്, മാജിക് മോർണിംഗ്. സർ പറഞ്ഞോളൂ. എനിക്കൊന്ന് വേഗം പോകേണ്ടതുണ്ട്, അതുകൊണ്ട് വേഗം പറഞ്ഞു പോകാൻ. സംഭവം ഞാൻ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോ ഞാനെപ്പോഴും എൻ്റെ തൂക്കട് മാറ്റാൻ എന്തെങ്കിലും പ്രാർത്ഥിക്കാതെ ഇല്ല. ഞാനെപ്പോഴും ഈ പറഞ്ഞ മാതിരി ഗ്രാറ്റിറ്റ്യൂഡാണ് അധികം. കിട്ടിയ ആനുകൂല്യങ്ങൾ ഇങ്ങനെ, ഒന്നാമത് ഈ വലിയ രോഗികളെ കൂടെ ഇങ്ങനെ കഴിയുമ്പോഴാണ് രോഗികളെ കൂടെ കഴിയുമ്പോഴാണല്ലോ നമുക്ക് നമ്മളെ ആരോഗ്യത്തിനെ പറ്റിയിട്ട് അറിയാം. മറ്റേ റെഗുലർ എല്ലാ ആരോഗ്യങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ അത് അറിയാനില്ല. ആരോഗ്യം ഇല്ലാത്തവന് ഇപ്പൊ എനിക്ക് തന്നെ ഇപ്പൊ ഫാമിലിയിൽ ഇപ്പൊ 2 ആഴ്ച മുമ്പ് വലിയൊരു ഇഷ്യൂ വന്നു. ഇത് ഏത് നിലക്കും ഇഷ്ടാകാം. പക്ഷെ ഞാൻ അപ്പോഴേ ഇങ്ങനെ ഈ
ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുക, എങ്ങനെ വിഷ്വലൈസ് ചെയ്ത് എങ്ങനെ അൽഹംദുലില്ലാ ആ റിസൾട്ട് എനിക്ക് പോസിറ്റീവായി കിട്ടി. മാഷാ അത് നേരെ മറിച്ച് നമ്മളെ ഫാമിലി നന്നായിട്ട് തകരാറാക്കുന്ന ഒരു വിഷയമായിരുന്നു മാറാം. പക്ഷെ അത് എന്തോ ഡോക്ടർക്കോ വലിയ അത്ഭുതം, അത് ഇത്ര വലിയ സാധനം ഇങ്ങനെ കഴിച്ചില്ലായിരുന്നു. അപ്പൊ യൂണിവേഴ്സ് നമ്മള് ശരിക്ക് വേണ്ട മാതിരി അത് ചെയ്യുകയാണെങ്കിൽ കുറെ അനുഭവങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ അടുത്ത് ഒരു സംഭവം ഉണ്ടായത് ഞാൻ പറഞ്ഞിരുന്നു. നമ്മള് ശരിക്ക് നമ്മള് എന്ത് കിട്ടിയാലും അതിന് അൽഹംദുലില്ലാ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എല്ലാം ഹയർന്ന് പറയില്ല നമ്മള്. അതാണ് ഇപ്പൊ പറഞ്ഞത്, സംഭവിക്കുന്നതും നന്മക്ക്, സംഭവിക്കാനുള്ളതും നന്മക്ക്, സംഭവിക്കാൻ പോകുന്നതും നന്മക്ക്. അപ്പൊ അതൊരു വലിയൊരു ഇതാണ്. പിന്നെ ഓരോ ബാഡ് എക്സ്പീരിയൻസസ് കൂടിയാണല്ലോ നമ്മള് ഇതായി വരുമ്പോഴാണ് നമുക്കതൊരു വലിയൊരു ഭാവിയിലേക്ക് ഒരു വലിയൊരു ചൂണ്ടുവലയായിട്ട് മാറാം. നമുക്ക് നമ്മളെ വേറൊരാൾക്ക് നമ്മളെ ഷെയർ ചെയ്യുമ്പോൾ അയാൾക്കതൊരു അനുഭവമാവും, അയാളെ ലൈഫിൽ അയാൾ ഇരിക്കാനുള്ള തീരുമാനത്തിന് അത് സ്വാധീനിക്കും. ഇനി വരും ഗുഡ് ക്ലാസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബഷീർ. താങ്ക് യു ബഷീർ പുതിയ കുറെ സർ. ആളുകളുണ്ടോ? ഓക്കെ, റസാഖ് പറയാൻ വേണ്ടിയിട്ട് അൺമ്യൂട്ട് ചെയ്തതായിരുന്നോ? പുതിയ കുറച്ച് ആളുകളുണ്ട് അറിയാം, അവരൊന്ന് പരിചയപ്പെട്ടാല് ഫീഡ്ബാക്കും പരിചയപ്പെടലും എല്ലാം കൂടി ഒരുമിച്ചാക്കാം. ഓക്കെ, പൂകുഞ്ഞി സർ. പറഞ്ഞോളൂ. ഞാന് ദ്വീപിലുള്ള ആണ്. ലൈഫിലൊരു ചേഞ്ചിങ്. ഞാന് പേര് പൂക്കുഞ്ഞി എന്നാണ്. വർക്ക് ചെയ്യാൻ മറ്റേ കൊച്ചിയിലും കോഴിക്കോടിലും വർക്ക് ചെയ്തിട്ടുണ്ട്. സൺ എക്സൈസിലാണ്. ഇപ്പൊ റിട്ടയർഡ് ആയി. അല്ലേ? ഇന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്യാണ്. ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ. എങ്ങനെ അറിഞ്ഞത് നിങ്ങള് ഈ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച്? ഞാൻ എന്റെ മകള് ഇതിലുണ്ട്. അപ്പൊ മകളെന്നാണ് അറിഞ്ഞത്. സുലഹാബിന്റെ. ഓക്കെ, ശരി. അപ്പൊ നിങ്ങള് പരമാവധി ക്ലാസ്സിൽ പങ്കെടുക്കാൻ നോക്കി. നമ്മൾ ഇത്ര കാര്യങ്ങളായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. ഇത്ര പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം, പങ്കെടുക്കാൻ നോക്കുക, ആളുകളെ എത്തിക്കാം. ആളെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യും. ശരി, താങ്ക് യു ബുക്കിംഗ് സാർ. ഓക്കെ, അപ്പം ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാട്ടോ, കാരണം ടൈം ആയിട്ടുണ്ട്. ഞാൻ പേര് വിളിക്കുന്നില്ല, നിങ്ങൾക്കായിട്ട് മുന്നോട്ട് വരാം. ഹലോ, സുലേഹ മാം. ഹലോ. ഞാൻ ഈ ദിവസം തന്നെ വേഗം മൈക്ക് ഓൺ ആക്കിയെന്ന് വെച്ചാല് ഇപ്പൊ എന്റെ ഉപ്പ സംസാരിച്ചില്ലേ, അപ്പൊ ഉപ്പാനെ ഇതിൽ കൊണ്ടുവരണം എന്നുള്ളത് എന്റെ ഒരു സ്വപ്നമായിരുന്നു. കാരണം ഉപ്പനെ ഞാൻ ഇതില് കുറെ നാൾ മുന്നേ നമ്മളെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറെ ഉപ്പ ചിലതൊന്നും നമ്മൾ പറയുമ്പോ ഉപ്പമാർ അവരെ സ്വീകരിക്കണമെന്നില്ലല്ലോ, കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോ അതിനും മടിയാ. നിങ്ങളുള്ള ഗ്രൂപ്പിൽ ഞാൻ അങ്ങനെ മടിയുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ജോയിൻ ചെയ്തു. ഇന്നിപ്പോ ഞാൻ ഉപ്പാന്റെ ഒപ്പം അല്ലേ, പക്ഷെ ഞാനിപ്പോ മോർണിംഗിൽ ഉപ്പാന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആളെ പരിചയപ്പെടുത്തിയത്. സംസാരിക്കുന്നതിന് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡിലും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ ഇന്നത്തെ ഇത് തന്നെ സാറ് പറഞ്ഞ പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കുന്നതിന് കുറെ തടസ്സങ്ങളായിട്ട് വന്നപ്പോ നമ്മളെ തടസ്സമാണെന്നാണ് കരുതിയിരിക്കുന്നത്. ശരിക്കും അത് നമ്മളെ റെഡിയാക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണെന്ന് ഇന്ന് പറഞ്ഞപ്പോ ഒന്നുകൂടി അത് മൈൻഡിലേക്ക് കയറി. അപ്പൊ നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സുലൈഹ മാം. ഓക്കെ, നമുക്ക് ടൈം ആയിട്ടുണ്ട് സാർ. ഇനി എന്റെ ചെയ്യേണ്ട വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, ലീഡേഴ്സ് മീറ്റ് ഉണ്ടോ ഇന്ന്?
ലീഡേഴ്സ് ഉണ്ടെങ്കിൽ മീറ്റ് എടുക്കാം. റസാഖ് സർ വേണ്ട വേണ്ട വേണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ എടുത്തിട്ടുള്ള സേഫ് സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. എല്ലാവരും ലീവ് ചെയ്തോളൂ കേട്ടോ. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. Thank you all. Thank you. Thank you, Sir. Thank you all. താങ്ക് യു.